വെരി ഗുഡ് മോർണിംഗ് ഗൈസ്, ഹാപ്പി സൺഡേ. ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ആക്ച്വലി എന്താ പറയുക, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. 50 days അതിന്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടു. ലാസ്റ്റിൽ കണ്ടു. അപ്പോൾ അത് പറഞ്ഞിട്ട് കുറച്ച് പേര് വിഷയമുള്ളവർ നേരത്തെ നിൽക്കുകയാണ്. അനു അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് മാല ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നതാണ് എനിക്ക് കിട്ടിയ നമ്പർ 1 പറഞ്ഞിട്ട് പൂവെടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആദിലയുടെ അടുത്തേക്കാണ് അനു പോകുന്നത്. അപ്പോൾ തന്നെ നോറ അവിടെ നിന്ന് കരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ഇവർ രണ്ടുപേരും മാത്രം കളിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില ഔട്ടായോ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആദില ഔട്ടായോ എന്നുള്ളത്. ഞാനും സത്യം പറഞ്ഞ ആ പ്രൊമോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഈ പ്രൊമോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കൂടുതൽ എക്സൈറ്റഡ് ആക്കി നിർത്തുക, ആകാംക്ഷഭരിതരാക്കി നിർത്തുക എന്നുള്ളതാണ് ഈ പ്രൊമോന്റെ ഉദ്ദേശം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആ ഒരു വീക്കെൻഡ് മുഴുവനും വീക്ക് മുഴുവനും സോഷ്യൽ മീഡിയയിൽ അതിലായിരുന്നു ടോപ്പിക്. ആദില ഔട്ടോ, ആര്യൻ ഔട്ടോ, നെവിൻ ഔട്ടോ, ഷാനവാസിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആളുകളുടെ ആ ഒരു ഡൗട്ടിനെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോ വന്നേക്കുന്നതോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നൂറ് അവിടെ നിന്ന് കരഞ്ഞും വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാലട്ടൻ കട്ടക്കലിപ്പിൽ. എന്നാ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു, നിങ്ങൾ കളിച്ചോ, ബിഗ് ബോസ് തീരുമാനിച്ചോ എന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഇതേ സെയിം സംഭവം തന്നെ നമ്മുടെ സീസൺ 5 ഉണ്ടായിട്ടുണ്ട്. അത് എവിക്ഷൻ ടൈമിലല്ല, സാഗറും അഖിൽ മാരാരുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, ടാഗ് കെട്ടുന്ന ബെൽറ്റ് ക്യാപ്റ്റൻ്റെ അതിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് ലൈൻ കെട്ട് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം പോലെ തന്നെ ഇത്തവണ ലൈൻ കെട്ടില്ല, ബിഗ് ബോസ് എന്താ വെച്ചാൽ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോ അതില് ലൈക്കിനോ അങ്ങനെ ഒരു കട്ടക്കലപ്പിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ സീസണിൽ പോയിട്ട് പിന്നെ നെക്സ്റ്റ് വീക്കാണ് വന്നത്. ആ ഒരു ടൈം പീരീഡ് ഭയങ്കര ആദ്യമായിട്ടാണ് ഇത്രയും ഇതിൽ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും വന്ന് സോറി പറയുകയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കലിപ്പ് പിടിച്ച സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ മാതിരി സന്തോഷവും ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ എനിക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 1 എന്നാണ്. അപ്പോൾ ഈ ബിഗ് ബോസ് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് മുഴുവൻ കേട്ടതിന് ശേഷമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ക്ലൂ ഇട്ട് തരുന്നതാണോ എന്തോ ഏതോന്നും അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതിൽ ഔട്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ?